ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഓരോരോ നക്ഷത്രത്തിനും ഓരോരോ സ്വഭാവങ്ങളുണ്ട്. എല്ലാ നക്ഷത്രത്തിൻ്റെയും സ്വഭാവങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് മുന്നേ പഠിക്കേണ്ടായി, പ്രമാണസഹിതം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത് ചില നക്ഷത്രങ്ങളിലെ നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുഴുമിപ്പിക്കത്തില്ല എന്നുള്ളതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുഴുമിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ കലണ്ടറിൽ ഈ ദിവസം, അതായത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോണ ദിവസം ഈ 3 നക്ഷത്രങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് മുഴുമിപ്പിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഏതാണ് ആ നക്ഷത്രങ്ങൾ നോക്കാം. ഇപ്പൊ പറയാൻ പോണ നക്ഷത്രങ്ങളെ വാല് അറ്റ നക്ഷത്രങ്ങൾ, വാല് മുറി എന്നൊക്കെ പറയൂലേ, വാലറ്റ നക്ഷത്രങ്ങൾ എന്ന് പറയും. വാലറ്റ നക്ഷത്രങ്ങൾ 3 ഒന്ന് കാർത്തിക, 2 ഉത്രം, 3 ഉത്രാടം. വാല് അറ്റത്, കാലറ്റത് എന്നൊക്കെ പറയും. ഇതെന്താണ് എന്ന് പറഞ്ഞാല് ഇതിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് കേട്ടോ. തമിഴ് അസ്ട്രോളജി പ്രകാരമുള്ള കാര്യം പറയാം. മേഷരാശിയിലെ നക്ഷത്രമാണ് അശ്വിനി, ഭരണി, കാർത്തിക, കാല്. അശ്വതി, ഭരണി, കാർത്തിക, കാല്. അപ്പൊ കാർത്തികയുടെ കാൽ ഭാഗമാണ് ഇവിടെ ഉള്ളത്. മുക്കാല് ഭാഗം ഇവിടെയാണ്. കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര. അപ്പോ ഓരോ നക്ഷത്രം തല കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഈ കാല്, അപ്പൊ ഈ നക്ഷത്രത്തിന്റെ തല ഇവിടെയും കാൽ ഭാഗം അറ്റും പോയി. ഒരു കാൽ ഭാഗം ഈ രാശിയെ കൊണ്ട് അറ്റുപോയി. അങ്ങനെ എടുക്കണം. അപ്പൊ ഉത്തരമാണെങ്കിലോ, മകം പൂരം ഉത്തരം കാലം ഇതില്ല, മുക്കാല് ഇവിടെയാണ്. അപ്പൊ ഇവിടെ കാലറ്റ്. ഇവിടെ മൂലം പൂരാടം ഉത്രാടം കാല്. അപ്പൊ കാൽഭാഗം ഇവിടെ ഉണ്ട്, ബാക്കി തലയും ബാക്കിയുള്ള ഇവിടെ വന്നു. അപ്പൊ കാലിവിടെ അറ്റു. അപ്പൊ കാലറ്റ നക്ഷത്രം അല്ലെങ്കിൽ വാലറ്റ നക്ഷത്രമായ കാർത്തികം, ഉത്രം, ഉത്രാടം നക്ഷത്രത്തില് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാല് അത് മുഴുമിപ്പിക്കാനായിട്ട് കുറെ തടസ്സങ്ങൾ അനുഭവപ്പെടും. ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി ഈ നക്ഷത്രങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, മംഗളകാര്യങ്ങൾക്ക് ഉത്തരവും ഉത്രാടവും എടുക്കാറുണ്ട്, കാർത്തിക എടുക്കാറില്ല. അപ്പൊ മംഗളകാര്യത്തിന് എടുക്കുന്ന സമയത്ത് കാർത്തിക ഉത്രാടവും ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് വിവാഹത്തിന് എടുക്കാറുണ്ട്. കാര്യം വിവാഹ കാര്യത്തില് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ലാസ്റ്റ് ആൻഡ് ലോവർ സ്റ്റേജസ് എന്ന് നമ്മൾക്ക് അറിയാവുന്ന കൊണ്ട് വിവാഹം കഴിയുന്ന ആദ്യ കാലഘട്ടങ്ങളിലൊക്കെയാണ് അതിന് ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ വരാൻ സാധ്യത, പിരിവിനെ, ഡിവോഴ്സ് ഒക്കെ വരാനായിട്ട് സാധ്യത. അതുകൊണ്ട് ആ ഫസ്റ്റ് സ്റ്റേജ് നന്നായിട്ട് പോകും എന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ്. എന്നാൽ നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ശരിയാക്കാറുണ്ട്. ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലാസ്റ്റ് സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജൊക്കെ അല്പം തടുമാറി തടസ്സങ്ങളൊക്കെ വന്ന് പോയാലും ലാസ്റ്റ് സ്റ്റേജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം റിസൾട്ട് ഉണ്ടാവണം. ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണം, എന്ത് തന്നെ ആയാലും. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കണം. ഇനി നിങ്ങളുടെ നക്ഷത്രങ്ങൾ കാർത്തിക, ഉത്രാടമാണോ, ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ചിലപ്പോൾ ഇട്ടേച്ച് പോകാനുള്ള തോന്നൽ വരും. ആ സമയത്ത് ശിവ വഴിപാടുകൾ, പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ജാതകത്തിൽ സമയം നോക്കി യഥാവിധി വഴിപാടുകളൊക്കെ ചെയ്യും വേണം. അപ്പൊ ഈ 3 നക്ഷത്രങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാർത്തിക, ഉത്രാടം, വാലറ്റ നക്ഷത്രങ്ങൾ. ഇത് നക്ഷത്രം എന്നൊക്കെ അറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശിവപെരുമാന് വഴിപാടുകൾ കഴിക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ.